ദ ജേർണലിസ്റ്റിലേക്ക് ഇറാന്റെ കരുത്തിന് മുന്നിൽ അതിദയനീയമാം വിധം മുട്ടുമടക്കിയിരിക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്ന് ഇന്ന് വ്യക്തമായിരിക്കുകയാണ്. ഇറാനെ ഞൊടിയിടയിൽ തീർക്കാമെന്നും ഇറാന്റെ എല്ലാം പിടിച്ചെടുക്കാമെന്നും ഇറാന്റെ ഭരണമാറ്റം നടത്തി അവിടെ തൻ്റെ സർക്കാരിനെ സൃഷ്ടിക്കാമെന്നും ഒക്കെ കരുതി യുദ്ധത്തിനിറങ്ങി പുറപ്പെട്ട ട്രംപിന് 5-ാം മാസം അതിശക്തമായ തിരിച്ചടികളെയാണ് അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ട്രംപിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എത്രത്തോളം ദയനീയമാണ് എന്ന്. അമേരിക്കയിൽ ഒരു പ്രസിഡന്റ് പോലും ഇതുപോലെ ലോകത്തിന് മുന്നിൽ നാണം കെട്ട് കോമാളിയെപ്പോലെ നിൽക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമല്ലേ? ഇറാൻ എന്ന താരതമ്യേന സൈനിക ശേഷി കുറഞ്ഞൊരു രാജ്യമെന്ന് കരുതി അവിടേക്ക് കയറി അടിക്കാൻ പോയ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഒരിക്കലും കിട്ടിയിട്ടില്ലാത്ത വിധത്തിലുള്ള തിരിച്ചടികളല്ലേ? എങ്ങനെയാണ് ഈ ആധുനിക ലോകക്രമത്തിൽ ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിന് നേരെ കടന്നാക്രമണം നടത്തിയാൽ തിരിച്ചടി കിട്ടുക എന്ന് കൃത്യമായി കാണിച്ചു കൊടുത്ത ഇറാൻ തന്നെയല്ലേ കരുത്തുറ്റ രാജ്യം? ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങളാണ് ഇപ്പോൾ പല കോണുകളിൽ നിന്നായി ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യമേ പറയട്ടെ, അന്താരാഷ്ട്ര വിഷയങ്ങളിൽ നമ്മൾ നടത്തുന്ന നിരീക്ഷണങ്ങളെല്ലാം കൃത്യമായി തന്നെ സംഭവിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കൂടുതൽ വീഡിയോകൾ ചെയ്യുന്നത് തെറ്റിദ്ധാരണ പരത്തി വ്യാജ പ്രചാരണം നടത്തി യുദ്ധത്തിലും വർഗീയത കാണുന്ന പലർക്കുമുള്ള തിരിച്ചടി എന്ന നിലയിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതായത് കൃത്യവും സത്യസന്ധവുമായ വാർത്തകൾ പ്രേക്ഷകരെ കൃത്യമായി അറിയിക്കുക, തെറ്റിദ്ധാരണാജനകമായ വാർത്തകളിൽ നിന്ന് നിങ്ങൾ പിന്നോട്ട് മാറണമെന്ന് നിങ്ങളെ ബോധവാന്മാരാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ വീണ്ടും വീഡിയോകൾ ചെയ്യേണ്ടി വരുന്നത് എന്ന് ആദ്യമേ പറയുകയാണ്. എന്തായാലും ഇപ്പോൾ ട്രംപിന് സംഭവിച്ചിരിക്കുന്നത് എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു ദയനീയമായ അവസ്ഥയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇറാനെ കീഴടക്കണം, അതായിരുന്നു ആദ്യത്തെ ലക്ഷ്യം. ഇപ്പോൾ കീഴടങ്ങിയത് ആരാണ്? ഇറാന് മുന്നിൽ ട്രംപാണ്. ഹോർമൂസ് കടലെടുക്ക് പിടിച്ചെടുക്കണം, അതിനുവേണ്ടി പടക്കപ്പലുകൾ നിരന്തരമായി കൊണ്ടുവരും, നാറ്റോ സഖ്യത്തെ ഉപയോഗിച്ച് ഇറാനെ തകർക്കും, ഹോർമൂസിൽ വലിയ തോതിൽ പെട്രോളിംഗ് നടത്തും. അങ്ങനെ എന്തൊക്കെ വാദങ്ങളായിരുന്നു ട്രംപിനുണ്ടായിരുന്നത്. എന്നിട്ട് എന്തായി? ഹോർമൂസിൽ നിന്ന് നിഷ്കാസിതനായി, അല്ലെങ്കിൽ ഹോർമൂസിൽ അമേരിക്കയുടെ ഒരു പടക്കപ്പൽ പോലും കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അമേരിക്കയുടെ വാക്ക് വിശ്വസിച്ച് ഹോർമൂസിലേക്ക് വന്ന ഒരു കപ്പൽ കൂടി ഇന്നലെ വെണ്ണീറായി UAE കപ്പലാണത്. അതുപോലെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, പശ്ചിമേഷ്യയിൽ അമേരിക്കയ്ക്കുണ്ടായിരുന്ന അപ്രമാദിത്വം, പ്രത്യേകിച്ച് GCC രാജ്യങ്ങളെ കൺട്രോൾ ചെയ്യാനും അവരെ കൊണ്ട് അനുകൂലമായ തീരുമാനമെടുപ്പിക്കാനും ഒക്കെ ട്രംപിന് കഴിയുമായിരുന്നു. അതുകൊണ്ടാണ് ഇറാനെതിരായ യുദ്ധത്തിനെതിരെ ആദ്യഘട്ടത്തിൽ GCC രാജ്യങ്ങൾ എതിർ നിലപാട് സ്വീകരിച്ച് രംഗത്ത് വന്നപ്പോഴും ട്രംപ് അവരെ കൺവിൻസ് ചെയ്ത് ഈ യുദ്ധം ഇപ്പോൾ നടക്കണം, അതോടുകൂടി ഇറാന്റെ ഭീഷണികൾ എന്നേക്കുമായി ഇല്ലാതാകും, ഞാൻ വിചാരിച്ചാൽ നിങ്ങൾക്ക് സുരക്ഷയൊരുക്കാൻ കഴിയും എന്ന് GCC രാജ്യങ്ങളെ ബോധ്യപ്പെടുത്തി തെറ്റായ അവകാശവാദങ്ങൾ മുന്നോട്ട് വെച്ചിട്ട് ട്രംപ് ഈ യുദ്ധത്തിലേക്ക് കയറി നിന്നത്. എന്നിട്ടിപ്പോൾ എന്തായി ട്രംപിൻ്റെ അവസ്ഥ? GCC രാജ്യങ്ങളുടെ വിശ്വാസ്യത പൂർണ്ണമായും നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെ എത്തി. ട്രംപിനെ വിശ്വസിച്ച് രംഗത്തിറങ്ങിയ സൗദിക്ക് ഹൂത്തികൾ ശക്തമായ തിരിച്ചടി കൊടുക്കാൻ തുടങ്ങിയതോടെ ഗൾഫ് രാജ്യങ്ങൾക്ക് പൊതുവിലൊരു കാര്യം മനസ്സിലായി, ട്രംപ് പറയുന്നത് ഒന്നും വിശ്വസിക്കാൻ കഴിയില്ല. ട്രംപിൻ്റെ പിന്തുണയുണ്ടാകും, അമേരിക്കയുടെ പിന്തുണയുണ്ടാകും, അമേരിക്ക എല്ലാം നോക്കിക്കോളുമെന്ന് പ്രതീക്ഷിച്ച് ഏതെങ്കിലും തരത്തിൽ ഒരു യുദ്ധ നീക്കത്തിലേക്ക് ഇറങ്ങിയാൽ അത് ദയനീയമായ തിരിച്ചടിയിലേക്ക് കലാശിക്കുമെന്ന തിരിച്ചറിവ് കൂടി ഗൾഫ് രാജ്യങ്ങൾക്ക് ലഭിച്ചു. അതിനിടയിലാണ് ഇറാൻ തന്ത്രപരമായിട്ട് ഹോർമൂസ് പിടിച്ചെടുക്കാൻ വേണ്ടി ഒമാനുമായി ചേർന്നൊരു കരാറിൽ ഒപ്പിടുന്നത്, അല്ലെങ്കിൽ ആ കരാർ പൂർത്തീകരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടിപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്താണെന്ന് അറിയാമോ? ഹോർമൂസിലേക്ക് കടക്കുന്ന കപ്പലുകൾ, ഇറാൻ്റെ ഭാഗത്ത് കൂടി കടക്കുന്ന കപ്പലുകളിൽ നിന്ന് ഇറാൻ ഫീസ് ഈടാക്കും. അതുപോലെ തന്നെ എക്സിറ്റ് അടിക്കുന്ന ഒമാന്റെ ഭാഗത്ത് വെച്ച് ഒമാനും നിശ്ചിത ഫീസ് ഈടാക്കും. കപ്പലുകളിൽ ഉൾക്കൊള്ളുന്ന ആകെ ചരക്കിന്റെ മൊത്തം മൂല്യത്തിന്റെ 5 മുതൽ 7% വരെ ഇറാന് ഫീസായി നൽകേണ്ടി വരുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക, അവിടെ ഒരു സ്വതന്ത്ര കപ്പൽ പാതയായിരുന്നു. ഏത് രാജ്യത്തിനും ഏത് രാജ്യത്തിൻ്റെ കപ്പലുകൾക്കും അതിലെ സുഗമമായി മുന്നോട്ട് പോകാമായിരുന്നു. ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും അവിടെ നിലനിന്നിട്ടുണ്ടായിരുന്നില്ല. അതെല്ലാം തകർത്തുകൊണ്ട് ഹോർമൂസിനെ ഇറാന്റെ കാൽ കീഴിൽ കൊണ്ടുചെന്ന് കൊടുത്തത് അമേരിക്കയാണ്. എന്തായിരുന്നു അമേരിക്കയ്ക്ക് ഇതിൻ്റെ ആവശ്യം? അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ ഒരു തെറ്റായ ഇടപെടൽ, അല്ലെങ്കിൽ അമിത ആത്മവിശ്വാസത്തിലൂന്നിയ ഇടപെടൽ കൊണ്ട് വലിയ തിരിച്ചടി കിട്ടിയത് ലോകത്തിന് മുഴുവനുമാണ്.
ഇപ്പോൾ ഈ യുദ്ധം കൊണ്ടുണ്ടായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അന്താരാഷ്ട്ര തലത്തിൽ വലിയ തോതിൽ മാന്ദ്യം നിലനിൽക്കുന്നുണ്ട്. പല സാധനങ്ങൾക്കും വില കുതിച്ചുയരുകയാണ്. പല വസ്തുക്കളും കിട്ടാനില്ലാത്ത അവസ്ഥയാണ്. ഇന്ധനവില കൂടിയത് ഇപ്പോഴും കുറയാതെ അങ്ങനെ തന്നെ നിൽക്കുന്നു, ഇന്ത്യയിൽ ഉൾപ്പെടെ. അതായത് ഇത്രയും ശക്തമായ ഭയാനകമായ തിരിച്ചടികൾ ഈ ലോകത്തിന് മുഴുവൻ കൊടുത്ത ഈ യുദ്ധത്തിൻ്റെ കാരണക്കാരൻ ട്രംപാണ് എന്ന നിലയിൽ തന്നെ ലോകത്ത് ട്രംപിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നോക്കണം, ട്രംപ് ഉദ്ദേശിച്ചത് എന്തായിരുന്നു? ഇറാനെ തകർത്ത് അവിടെ ഒരു പുതിയ ഭരണകൂടം ഉണ്ടാക്കി അവിടുത്തെ ആണവ കേന്ദ്രങ്ങൾ പിടിച്ചെടുത്ത് മുഴുവൻ തൻ്റെ കാൽക്കീഴിലാക്കിയ ശേഷം ലോകത്തോട് പറയാൻ ഉദ്ദേശിച്ചത് എന്താണ്? അത് ഇറാന്റെ ഭീഷണിയിൽ നിന്ന് ഞങ്ങൾ ലോകത്തെ സംരക്ഷിച്ചു, ഇറാൻ ലോകത്തെ തകർക്കാൻ വേണ്ടി ആണവായുധങ്ങൾ ഉണ്ടാക്കുകയായിരുന്നു, അതിൽ നിന്ന് ഞങ്ങൾ നിങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിച്ചു, അതുകൊണ്ട് ട്രംപ് കീ ജയ് എന്ന് പറഞ്ഞ് ട്രംപ് തന്നെ മുദ്രാവാക്യം വിളിക്കുന്നൊരു നല്ല നാളെയായിരുന്നു ട്രംപിൻ്റെ സ്വപ്നം. പക്ഷേ ഇറാനോടാണ് മുട്ടിയത് എന്ന കാര്യം ട്രംപ് മറന്നുപോയി. ഇറാൻ എന്ന രാജ്യത്തിൻ്റെ കരുത്തെന്താണെന്നും ഇറാൻ എന്ന രാജ്യത്തിൻ്റെ ചങ്കൂറ്റം എന്താണെന്നും ആ രാജ്യത്തിൻ്റെ നിലപാട് എന്താണെന്നും ഒക്കെ വ്യക്തമായി ട്രംപ് അറിഞ്ഞപ്പോഴേക്കും അല്ലെങ്കിൽ പഠിച്ചു വന്നപ്പോഴേക്കും സമയം ഒരുപാട് വൈകിപ്പോയി. ഇന്നിതാ ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത, ട്രംപ് ഇടപെട്ട് ഗസയിൽ ഒരു സമാധാന നീക്കം കൊണ്ടുവന്നിരുന്നു. ഹമാസിനെ കൊണ്ട് ആയുധം താഴെ വെപ്പിച്ചുവെന്നും ഗസയിൽ ഒരു സമാധാന കരാർ നിലവിൽ വരികയാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ട്രംപ് കഴിഞ്ഞ ദിവസങ്ങളിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് മുന്നിൽ വലിയ വാചാലത പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ ആ വിഷയത്തിലും ഇപ്പോൾ വലിയ തിരിച്ചടി ട്രംപിനുണ്ടായിരിക്കുകയാണ്. ഇസ്രായേൽ ശക്തമായ ഭാഷയിൽ ട്രംപിനെതിരെ രംഗത്ത് വരുന്നു. ട്രംപ് പറയുന്നതൊന്നുമല്ല ശരി, ഞങ്ങൾ സൈനികരെ പിൻവലിക്കാൻ തയ്യാറല്ല, ഏതറ്റം വരെയും പോകാൻ ഗസയിൽ ഞങ്ങൾ തയ്യാറായിരിക്കുകയാണ്, അല്ലാതെ ട്രംപ് പറയുന്നത് പോലെ സമാധാനമോ പിന്മാറ്റമോ ഒന്നുമില്ല എന്ന് ഇസ്രായേൽ തന്നെ വെട്ടിത്തുറന്ന് പറഞ്ഞതോടെ അവിടെയും ട്രംപ് വെട്ടിലായിരിക്കുകയാണ്. അങ്ങനെ ഇടപെടുന്നിടത്തെല്ലാം ഭയാനകമായ തിരിച്ചടികൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന അതിദയനീയമായ അവസ്ഥയിലേക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹോർമൂസിൽ അമേരിക്കയുടെ പടക്കപ്പലുകൾ വരുമെന്ന് സ്വപ്നം കണ്ടിരുന്ന സകലർക്കും വലിയ തിരിച്ചടി നൽകിക്കൊണ്ടാണ് ഇറാൻ ഹോർമൂസിൽ അവരുടെ പിടിമുറുക്കിയത്. ഇന്നലെ UAE കപ്പലിന് നേരെ ആക്രമണം നടന്നു. അതിനു മുമ്പ് ഏതാണ്ട് 16ഓളം കപ്പലുകൾ ആക്രമിച്ച് തകർത്തു. അതായത് ഹോർമൂസിൽ അമേരിക്കയുടെ വാക്കുകേട്ട് സംരക്ഷണം കിട്ടുമെന്ന് വിചാരിച്ചോ അല്ലെങ്കിൽ ഒമാൻ തീരത്തുകൂടി പോകണമെന്ന് വിചാരിച്ചോ ഒക്കെ ഏത് കപ്പൽ വന്നാലും തകർക്കാൻ ഞങ്ങൾക്കൊരു മടിയുമില്ല എന്ന് അസന്നിഗ്ധമായിട്ട് ഒരു തരത്തിലുള്ള തർക്കവുമില്ലാത്ത വിധത്തിൽ ഇറാൻ പ്രൂവ് ചെയ്തിരിക്കുകയാണ്. അപ്പം അതിൻ്റെ അർത്ഥം, ഇതിൻ്റെയൊക്കെ ആകത്തുക എന്ന് പറയുന്നത്, ലോക പോലീസ് എന്ന് പറഞ്ഞ് ഇങ്ങനെ തലപ്പൊക്കത്തിൽ നിന്നിരുന്ന അമേരിക്ക പൊടുന്നനെ ആ ഒരു പ്രിവിലേജിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു അവകാശവാദത്തിൽ നിന്ന് താഴേക്ക് വീണിരിക്കുന്നു. അതാണ് ഇതിൽ സംഭവിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പശ്ചിമേഷ്യയിൽ ഇനി ഒരു നെഗോഷിയേഷൻ നടത്താൻ, ഏതെങ്കിലും തരത്തിൽ ഒരു ഇടപെടൽ നടത്താൻ ഒന്നും ഇനി അമേരിക്കയ്ക്ക് പഴയ പോലെ കഴിയില്ല. ഇറാൻ ഒറ്റയടിക്ക് തകർത്ത് കളഞ്ഞത് അമേരിക്കയുടെ നെടുതൂൺ തന്നെയാണ് എന്ന് നമുക്ക് സംശയമില്ലാത്ത വിധത്തിൽ പറയാം. പിടിവള്ളിയായിരുന്ന ഗൾഫ് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം പൂർണ്ണമായും ഉലയുന്ന വിധത്തിലേക്ക് ഇറാൻ ചില നിർണായകമായ യുദ്ധതന്ത്രങ്ങൾ നടത്തിയിരിക്കുന്നു. അമേരിക്കയുടെ പ്രതിച്ഛായയ്ക്ക് ഇത്രയധികം ഇടിവുണ്ടായിട്ടുള്ള ഒരു കാലഘട്ടം ഇതുവരെ ഉണ്ടായിട്ടില്ല. നമുക്കറിയാം പശ്ചിമേഷ്യയിൽ എങ്ങനെയാണ്, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങൾക്കിടയിൽ എങ്ങനെയാണ് അമേരിക്ക പിടിമുറുക്കിയത് എന്ന്. അവിടെ യുദ്ധങ്ങൾ ഉണ്ടാകുന്നു, അതിൽ ഇടപെടുന്നു, തന്ത്രപരമായ യുദ്ധനീക്കങ്ങൾ നടത്തുന്നു, അതിനിടയിലൂടെ അവരുടെ സൈനിക കേന്ദ്രങ്ങൾ അവിടെ കൊണ്ടുവരുന്നു. അറബ് രാജ്യങ്ങൾക്ക് മുഴുവൻ സുരക്ഷ നൽകാൻ, അറബ് രാജ്യങ്ങൾക്കൊക്കെ സുരക്ഷയൊരുക്കാൻ അമേരിക്ക പ്രതിജ്ഞാബദ്ധമാണെന്ന് പറയുന്നു. പക്ഷേ ഈ ഒരു യുദ്ധത്തോടെ, ഇറാനെ തൊട്ടതോടെ സകല അവകാശവാദങ്ങളും ജലരേഖയായി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ട്രംപ് എന്തെങ്കിലും പറഞ്ഞാൽ അത് വിശ്വസിക്കേണ്ടതില്ല, ട്രംപ് എന്തെങ്കിലും പറഞ്ഞാൽ അത് മാറ്റിപ്പറയും, ട്രംപിൻ്റെ അവകാശവാദങ്ങൾ ഉൾക്കൊള്ളേണ്ടതില്ല, അതുപോലെ തന്നെ ട്രംപിൻ്റെ വെല്ലുവിളികളെ ഭയക്കേണ്ടതില്ല. ആ നിലയിലൊക്കെ ലോകത്തിന് മുന്നിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്ന വ്യക്തിയുടെ അല്ലെങ്കിൽ ആ പദവിയുടെ മൂല്യം അതുപോലെ ഇടിഞ്ഞു താഴെ പോയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ട്രംപിനെ സംബന്ധിച്ച് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള ഭയാനകമായ അതിശക്തമായ തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നോക്കുക, പശ്ചിമേഷ്യയിൽ വലിയൊരു ഇടപെടൽ നടത്താൻ ഇനി ട്രംപിന് കഴിയില്ല. കാരണം ഗൾഫ് രാജ്യങ്ങളും ഇപ്പോൾ അമേരിക്കയുടെ നയങ്ങൾക്കെതിരെ നിലപാട് സ്വീകരിച്ചു തുടങ്ങിയിരിക്കുന്നു. അതായത് ഇറാനുമായി ഈ യുദ്ധം ഉണ്ടാക്കിയത് ട്രംപാണ്, ഈ യുദ്ധത്തിന് മൂല കാരണം ട്രംപാണ്. ട്രംപ് നടത്തിയ യുദ്ധം നിമിത്തം ഗൾഫ് രാജ്യങ്ങളിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നു. ഇറാൻ ഗൾഫ് മേഖലയിലേക്ക് ശക്തമായ ആക്രമണങ്ങൾ നടത്തുന്നു.
ഇവിടെയൊന്നും ക്രിയാത്മകമായി ഇടപെടാനോ ഇറാനെ തളയ്ക്കാനോ അല്ലെങ്കിൽ ആണവ വിഷയത്തെക്കുറിച്ച് നിർണായകമായൊരു സ്റ്റാൻഡ് എടുക്കാനോ ട്രംപിന് കഴിയുന്നില്ല. നോക്കുക, ഈ യുദ്ധം തുടങ്ങിയത് ആണവ ഭീഷണി, പശ്ചിമേഷ്യയുടെ ആണവ ഭീഷണി ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി, അല്ലെങ്കിൽ അത് പറഞ്ഞുകൊണ്ടാണ്. അതായത് ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നു, ഇറാൻ ഒരു ആണവ രാജ്യമാകാൻ പോകുന്നു, അത് പശ്ചിമേഷ്യയ്ക്കും ലോകത്തിനും മുഴുവനും വലിയ ഭീഷണിയായി മാറുന്നു. അതുകൊണ്ട് തന്നെ ഇതെല്ലാം അവസാനിപ്പിക്കാൻ ഞങ്ങൾ മുൻകൈയെടുക്കുന്നു. ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, പശ്ചിമേഷ്യയുടെ നന്മയ്ക്ക് വേണ്ടി, ഗൾഫ് മേഖലയുടെ നന്മയ്ക്ക് വേണ്ടി ഇതെല്ലാം ഞങ്ങൾ ചെയ്യുന്നു എന്നാണ് ട്രംപ് പറഞ്ഞത്. പക്ഷേ ഇതുകൊണ്ടുണ്ടായ ഫലം എന്താണ്? അത് നേരെ വിപരീതമായ ഫലമാണ്. അതായത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരെ വിപരീതമായി ട്രംപ് എന്താണോ പറഞ്ഞത് ഗൾഫിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്, ഗൾഫ് മേഖലയുടെ നല്ല നാളേക്ക് വേണ്ടിയാണ്, അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് സംഭവിച്ചത് നേരെ തിരിച്ചാണ്. അതോടുകൂടി ട്രംപിൻ്റെ സകല വിലയും പോയിരിക്കുന്നു, സകല ഇടപെടൽ ശക്തിയും നഷ്ടമായിരിക്കുന്നു. അതേസമയം ഒന്നുമല്ല എന്ന് ട്രംപ് പരിഹസിച്ച, അതിവേഗത്തിൽ തീർത്ത് കളയാമെന്ന് ട്രംപ് വിശ്വസിച്ച ഈ പറയുന്ന ഇറാൻ അതിശക്തരാണ് എന്ന് ലോകം തിരിച്ചറിയുന്നു. ഇറാൻ്റെ നിലപാടും നിശ്ചയദാർഢ്യവും പോരാട്ട വീര്യവും കനത്തതാണ്. അതിനെ അങ്ങനെ ഇല്ലാതാക്കാൻ കഴിയില്ല എന്ന് അമേരിക്കയ്ക്കും തിരിച്ചറിവ് കിട്ടി, ലോകവും അത് മനസ്സിലാക്കുന്നു. ഒപ്പം ഇസ്രായേലിന് അത് വലിയ ഭീഷണിയാണ്. ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ ഭീഷണി ഇല്ലാതാക്കാൻ, ഇസ്രായേലിൻ്റെ പേടി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഈ യുദ്ധത്തിലേക്ക് ഇറങ്ങിയത് എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം നോക്കുക, അമേരിക്കയെ പോലും മുട്ടുകുത്തിച്ചൊരു സൂപ്പർ പവർ എന്ന ഖ്യാതിയിൽ ഇറാൻ നിൽക്കുമ്പോൾ അത് ഇസ്രായേലിന് ഭീഷണി വർദ്ധിപ്പിക്കുകയല്ലേ ചെയ്യുക, ഇസ്രായേലിന് അതൊരു വലിയ ഭീഷണിയായി മാറുകയല്ലേ ചെയ്യുക. അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും മുന്നോട്ട് വെച്ച കാൽ ട്രംപിന് പിന്നോട്ടെടുക്കേണ്ടി വന്നിരിക്കുന്നു. ഇറാൻ പറഞ്ഞതെല്ലാം അനുസരിച്ച് സാഷ്ടാംഗം ഈ യുദ്ധം അവസാനിപ്പിച്ച് പിന്മാറേണ്ട ഗതികെട്ട അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. ഹോർമൂസ് കടലിടുക്ക് തുറക്കണമെങ്കിൽ അത് ഇറാൻ തന്നെ വിചാരിക്കണമെന്ന അവസ്ഥ യാഥാർത്ഥ്യമായിരിക്കുന്നു. ഇറാൻ അങ്ങനെ കരുതണമെങ്കിൽ ഇറാൻ്റെ എണ്ണമില്ലാത്ത ആവശ്യങ്ങളെല്ലാം അംഗീകരിക്കേണ്ട അവസ്ഥയിലേക്ക് ഗൾഫ് രാജ്യങ്ങളും ട്രംപും എത്തിയിരിക്കുന്നു. ട്രംപിനെ നമ്പിനാൽ പെട്ടുപോകും എന്ന യാഥാർത്ഥ്യം ഇന്ന് എല്ലാവരും തിരിച്ചറിയുന്നു. യുദ്ധത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ട്രംപിനായിരുന്നു ഹൈപ്പ്, ട്രംപിലേക്കായിരുന്നു എല്ലാ ചർച്ചകളും പോയിരുന്നത് എങ്കിൽ ഇപ്പോൾ ഇറാൻ കാര്യങ്ങൾ തീരുമാനിക്കും, അവിടേക്ക് സകലരും എത്തി നിൽക്കുമെന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഇറാൻ നിശ്ചയദാർഢ്യത്തിൻ്റെ പിൻബലത്തോടെ, പോരാട്ട വീര്യത്തിൻ്റെ പിൻബലത്തോടെ മാറ്റിമറിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.